ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ടി20യിൽ ഇന്ത്യ 11 റൺസിന് വിജയം നേടിയെടുത്തതോടെ നാലാം മത്സര പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തിയിരിക്കുകയാണിപ്പോൾ. ആദ്യ മത്സരത്തിൽ ഇന്ത്യ 61 റൺസിന് ജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക 3 വിക്കറ്റിന്റെ ജയത്തോടെ തിരിച്ചെത്തിയിരുന്നു. ഇപ്പോൾ മൂന്നാം മത്സരത്തിൽ ഇന്ത്യ ജയിച്ചതോടെ 4 മത്സര പരമ്പരയിൽ 2-1 മുന്നിലെത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇനി നിർണായകമായ നാലാം ടി20യാണ് നടക്കാൻ പോകുന്നത്. പരമ്പര ഇന്ത്യ തോൽക്കില്ലെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ നാലാം മത്സരം ജയിച്ച് പരമ്പര നേടാൻ ഇന്ത്യക്കാകുമോ എന്നതാണ് എല്ലാവരും വളരെയധികം ഉറ്റുനോക്കുന്നത്. ജോഹാൻസ്ബർഗിലാണ് നാലാം മത്സരം നടക്കുക. ദക്ഷിണാഫ്രിക്കയുടെ ബാഗി പിച്ചിൽ റെക്കോർഡ് പ്രകടനത്തോടെ ഇന്ത്യക്ക് പരമ്പര നേടേണ്ടതും ആവശ്യമാണ്. പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ പ്ലേയിങ് 11 മാറ്റം വരുത്തുമോ എന്ന ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ മൂന്നാം ടി20യിൽ ഒരു സ്പെഷ്യലിസ്റ്റ് പേസറെയും 3 സ്പിന്നർമാരെയുമാണ് പരിഗണിച്ചിരുന്നത്. അർഷ്ദീപിനൊപ്പം ഹർദിക് പാണ്ഡ്യയ്ക്കാണ് പേസ് ബൗളിംഗിന് ഉത്തരവാദിത്തം നൽകിയിരുന്നത്. എന്നാൽ ഹർദിക് പ്രതീക്ഷിച്ച നിലവാരം കാണിച്ചിരുന്നില്ല. ഫ്ലാറ്റ് പിച്ചിൽ ഹർദിക് തല്ലുകൊള്ളിയാവുകയാണെന്ന് മറ്റൊരർത്ഥത്തിൽ പറയാം. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് മികച്ചൊരു പേസറെ നാലാം മത്സരത്തിൽ ആവശ്യമാണ്. അർഷ്ദീപിന് മുകളിലേക്ക് വലിയ സമ്മർദ്ദം എത്തുന്നത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിച്ചേക്കാനും സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മോശം ഫോമിലുള്ള റിങ്കു സിംഗിന് വിശ്രമം നൽകി പകരം യാഷ് ദയാലിന് അവസരം നൽകാനും സാധ്യതയുണ്ട്. ആവേശ് ഖാൻ ഫ്ലോപ്പ് ആയതോടെ താരത്തെ ഇന്ത്യ പ്ലേയിങ് 11 നിന്ന് മാറ്റിയിരുന്നു. എന്നാൽ ഇന്ത്യക്ക് മറ്റൊരു സ്പെഷ്യലിസ്റ്റ് പേസർ വേണ്ടതിനാൽ ഇന്ത്യ ഇത്തരമൊരു മാറ്റം വരുത്തേണ്ടതും അത്യാവശ്യമാണ്. റിങ്കു പുറത്താകുമ്പോൾ യുവതാരം രമൺദീപ് സിംഗ് പ്ലേയിങ് 11 തുടരുകയും ആവശ്യമാണ്. കടന്ന് ആക്രമിച്ച് കളിക്കുന്ന രമൺദീപ് ഫിനിഷിംഗ് റോളിൽ മികവ് കാട്ടുന്നയാളാണ്. സഞ്ജു സാംസൺ അവസാന 2 മത്സരത്തിലും ഡെക്കിനാണ് പുറത്തായിരുന്നത്. അതുകൊണ്ട് തന്നെ മലയാളി വിക്കറ്റ് കീപ്പർ നാലാം മത്സരം വളരെയധികം നിർണായകമാണ്. മികച്ച പ്രകടനം നടത്താനാവാത്ത പക്ഷം സഞ്ജുവിന് തിരിച്ചടി ലഭിക്കുമെന്നതും യാഥാർത്ഥ്യമാണ്. നാലാം മത്സരത്തിൽ ഇന്ത്യ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും തന്നെ ഓപ്പണിംഗിൽ തുടരുകയും ചെയ്യും. തിലക് വർമ്മ ഫോമിലേക്ക് എത്തിയത് ഇന്ത്യയുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതായിരുന്നു. ഇന്ത്യയുടെ മധ്യനിരയിൽ ഹർദിക് പാണ്ഡ്യയും റിങ്കു സിംഗും പ്രതീക്ഷിച്ച നിലവാരം കാട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് വളരെയധികം നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. രണ്ടുപേരും മെല്ലെപ്പോക്ക് ബാറ്റിംഗ് നടത്തുന്നത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട്. എന്നാൽ ഇവർ ടീമിലെ ഏറ്റവും നിർണായകമായ താരങ്ങൾ കൂടിയാണ്. ഹർദിക്കിനെ മാറ്റാൻ ഒരിക്കലും സാധിക്കില്ല. പേസ് ഓൾറൗണ്ടർക്ക് നിർണായക റോൾ ഉള്ളതിനാൽ റിങ്കുവിനെ മാറ്റാതെ തന്നെ ഇന്ത്യ മുന്നോട്ട് പോകാനാണ് സാധ്യതകൾ ഏറെയും. ഇന്ത്യയുടെ സ്പിൻ നിരയിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. 3 സ്പിന്നർമാരുമായി തന്നെ ഇന്ത്യ ഇറങ്ങേണ്ടി വരും. എന്നാൽ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്ക് വരുൺ ചക്രവർത്തിക്ക് അവകാശപ്പെടാൻ കഴിയും. ഹെൻറിച്ച് ഗ്ലാസിന് വലിയ ഭീഷണി ഉയർത്താൻ വരുണിന് സാധിക്കുന്നുണ്ടെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അക്ഷർ പട്ടേലും രവി ബിഷ്ണോയും ഭേദപ്പെട്ട പ്രകടനം തന്നെ ഇപ്പോൾ കാഴ്ചവെക്കുന്നുണ്ട്.